വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണല്ലോ. അതിനിടയിലാണ് ഇന്നലെ ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് പ്രസ്താവന? മുഖ്യമന്ത്രി കസേര മാറ്റി ബെഞ്ചിടുന്നതായിരിക്കും നല്ലത്, മന്ത്രിമാരാകാനും വലിയ അടി നടക്കുന്നുണ്ട്. ഗണേശന്റെ പ്രസ്താവനയാണ്. ആരാണ് ഗണേശൻ, എന്താണ് ഗണേശൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് ബെഞ്ചാണ് ഇടേണ്ടതെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അവിടെ അത്രയധികം ആളുകൾ അതിന് അർഹരായിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ്. അത്രയധികം യോഗ്യതയുള്ള, അർഹതയുള്ള, കേപ്പബിലിറ്റി ഉള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ കോൺഗ്രസ്സുകാർ ബെഞ്ചിടുകയാണെങ്കിൽ ഇവൻ എന്താ ഇടണ്ടേ? ഇവൻ എന്താ ഇടുന്നത്? ഇവൻ പാവിരിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് കോണ്ടവും ഒരു പായും മതി ഇവൻ്റെ ഓഫീസിൽ. കസേര വേണ്ട, മേശ വേണ്ട, ടേബിള് വേണ്ട, ഡെസ്ക് വേണ്ട, ഒരു ഒലക്കയും വേണ്ട, ഒരു പായും ഒരു പാക്കറ്റ് കോണ്ടവും. അതാണ് ഗണേശ നിന്റെ ഓഫീസിൽ വേണ്ടത്. പിന്നെ മന്ത്രി കസേരക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ സാധു ലോകത്തുണ്ടാകുമോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2013 ഉമ്മൻചാണ്ടി പിടിച്ച് ചവിട്ടി പുറത്താക്കി. ആ പുറത്താക്കി മന്ത്രി കസേര നഷ്ടമായതിലുള്ള വൈരാഗ്യം തനിക്ക് മന്ത്രി കസേരക്ക് വേണ്ടിയ ആ സാധു മനുഷ്യനെ, ഈ തെമ്മാടി, ഈ വ്യഭിചാരി, ഈ തോന്നിവാസി, ഈ പെണ്ണുപിടിയൻ, ഇവൻ ആ മനുഷ്യനെ പിച്ചി ചീന്തിയത് ഇല്ലാ കഥകൾ ഉണ്ടാക്കിയിട്ട്. അതിനും കോമഡി എന്താ? ഇവൻ ആ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ മുന്നിൽ നിർത്തിയതോ ഇവൻ്റെ കാമുകി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ ഇവൻ്റെ കാമുകി പ്രസവിച്ചത് ഇവൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവൻ്റെ തന്ത ബാലകൃഷ്ണപിള്ള ആ കുഞ്ഞിന് ചെലവിന് കൊടുക്കുകയായിരുന്നു. എന്താ കാര്യം? തൻ്റെ മകൻ്റെ ചോരയാണത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ തന്ത ബാലകൃഷ്ണപിള്ള ഈ തോന്നിവാസിയുടെ കുഞ്ഞിന് ചെലവിന് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവൻ എല്ലാ യോഗ്യതയുണ്ട്, എല്ലാ അർഹതയുണ്ട് അല്ലേ? കോൺഗ്രസ്സുകാരൻ പാവിരിക്കല, ബെഞ്ചിടണം അത്രേ. അതെ, കോൺഗ്രസ്സുകാരന് ബെഞ്ചിട്ടാൽ മതി, അവൻ്റെ പ്രശ്നങ്ങൾ തീരും. ഇവൻ്റെ പ്രശ്നങ്ങൾ തീരാനേ അവിടെ ഒരു വിരിച്ച് ഒരു പാക്കറ്റ് കോണ്ടവും, ഒരു പില്ലോയും ഒരു പാക്കറ്റ്, ആ പില്ലോയുടെ അടിയിൽ ഒരു പാക്കറ്റ് കോണ്ടവും അതുണ്ടെങ്കിൽ ഇവൻ്റെ പ്രശ്നങ്ങളും തീരും അല്ലേ? ഇപ്പം ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കി ഇവൻ മന്ത്രിയാവുന്നേ? ഇവൻ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി. എന്താണ്? നിങ്ങളെ 2016 അധികാര കസേരയിൽ ഇരുത്താൻ വേണ്ടി എൻ്റെ കാമുകിയെ ഞാൻ വേശ്യയാക്കിയിട്ട് കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ ഇറക്കി വിട്ടതിൻ്റെ ഫലമാണ് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മന്ത്രിസ്ഥാനം വേണം. ഉടനടി ആന്റണി രാജുവിനെ രാജിവെപ്പിച്ചിട്ട് ഇവൻ മന്ത്രി കസേരയിൽ കയറിയിരുന്നതാ. മന്ത്രി കസേരയോടും അധികാരത്തോടൊന്നും യാതൊരുവിധ ആഗ്രഹങ്ങളോ താല്പര്യമോ ഒന്നുമില്ലാത്ത മഹാനാണ് ഇവൻ അല്ലേ? ഈ കഴിഞ്ഞ മാസമല്ലേ നിങ്ങൾ കണ്ടത്? വാളകത്തെ കീഴൂട്ട് വീട്ടിലേക്ക് ഭാര്യ ബിന്ദു മേനോൻ കയറി ചെല്ലുമ്പോൾ ഇവൻ എന്താ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? വ്യഭിചരിക്കുകയായിരുന്നു വേശ്യകളുമായിട്ട്. എവിടെ വെച്ചിട്ട്? സ്വന്തം വീട്ടിൽ എവിടെ വെച്ചിട്ട്? ഭാര്യയുടെ മുറിയിൽ വെച്ചിട്ട്. ഭാര്യയുടെ മുറി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കിടന്നിറങ്ങുന്ന അതേ ബെഡിൽ വെച്ചിട്ട് വേശ്യകളുമായിട്ട് വ്യഭിചരിക്കുകയായിരുന്നുവൻ. ഇന്നത്തെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കേരളത്തിൽ പരാജയപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് ഈ തെമ്മാടിയാണ്, ഈ നാറിയാണുള്ളത്. 1-ാം സ്ഥാനത്ത് പരാജയപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ, വിജയിക്കേണ്ടവരുടെ കൂട്ടത്തിലല്ല, പരാജയപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ. ഇപ്പം നിങ്ങൾ എന്നിട്ട് അവൻ വലിയ ഇതൊക്കെ പറയാൻ തികഞ്ഞവൻ എന്താല്ലേ? ഞാനിങ്ങനെ ആലോചിക്കുക, ഇതൊക്കെ പറയുമ്പോൾ ഒരു ജാള്യത. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇത് പറയുമ്പോൾ ജാള്യത മാത്രമല്ല കേട്ടോ, ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പം നമുക്കാണെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ വരും. ഈ മൈക്കും പിടിച്ചിങ്ങനെ നിൽക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, ഇവറ്റകൾക്കൊന്നും ഇത് കേൾക്കുമ്പോൾ തിരിച്ചു ചോദിക്കണമെന്നൊന്നും തോന്നില്ലേ? സ്വാഭാവികമായിട്ടും. അതും ഇങ്ങനത്തെ ഒരു വ്യക്തി, വാ തുറന്ന് മിണ്ടാൻ അർഹതയില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത
ഒരു പരനാറി. ആ നാറി ഇത്തരം വർത്താനങ്ങൾ പറയുമ്പോൾ, ആനവായിൽ വർത്താനം പറയുമ്പോൾ തിരിച്ച് ചോദിക്കാൻ, എന്നിട്ട് അതൊരു ഉളുപ്പും ഇല്ലാതെ കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ സംപ്രേഷണം ചെയ്യാൻ അല്ലേ? സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഒരു ചോദ്യം അങ്ങോട്ട് തിരിച്ചുണ്ടല്ലോ. ഇത് ഒരൊറ്റ ചോദ്യം പോലും തിരിച്ച് ചോദിക്കാതെ ഈ റേഡിയോയിൽ പറയുന്നത് പോലെ ഇങ്ങോട്ട് കേട്ട് വരാൻ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ഇവന്മാർക്ക് ഒരു ഉളുപ്പില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പലപ്പോഴും പലരും പറയുന്നത് കേൾക്കുമ്പോൾ ചിലതൊക്കെ പല ആളുകളും പ്രതികരണം നടത്താറുണ്ട്. ചില ആളുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മറിച്ചൊരു ചോദ്യം വരില്ലേ, ആ വ്യക്തിയോട് മറുത്ത് തിരിച്ചൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരും. ഇതൊന്നും ഇവരാരും ചോദിക്കുന്ന എവിടെയും കാണാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഇവനിതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഫുള്ളിങ്ങനെ കണ്ടു നോക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചൊരു ചോദ്യം, ഇപ്പം കോൺഗ്രസ്സുകാരൻ ബെഞ്ചിടണമെന്ന് പറയുമ്പോൾ എന്നാ ഗണേശ നിന്റെ ഓഫീസിൽ എന്താ പായും കൊണ്ടുപോവാണോ വേണ്ടത് എന്ന് ചോദിക്കാത്തത് എന്താ? മന്ത്രിമാരാകാൻ വേണ്ടിയും. അപ്പോൾ ഇവൻ മന്ത്രിയായത് എങ്ങനെയാ? അധികാരത്തിന് വേണ്ടി ഇവൻ നടത്തിയ കളികൾ എന്തൊക്കെയാ? ഇവൻ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയ നെറികേടുകൾ എന്തൊക്കെയാ അധികാര കസേരക്ക് വേണ്ടിയിട്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ പോലും പിച്ചി ചീന്തിയത്, അതിന് നേതൃത്വം കൊടുത്തത് ഇവന്റെ അധികാര കസേരയിൽ മോഹമായിരുന്നില്ലേ? ആ കസേരയിൽ ഇരിക്കാൻ വേണ്ടി ഏത് ചെറ്റത്തരം നിങ്ങൾ നോക്കിയേ. ഭാര്യയുണ്ട്, കാമുകിയുമുണ്ട്. എന്നിട്ട് ആ കാമുകിയെ വേശ്യയാക്കിയിട്ട് പൊതുമധ്യത്തിലേക്ക് ഇറക്കുക. അപ്പൊ എത്രത്തോളമാണതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും ഇപ്പോൾ ഇത് തന്നെ ഒരു അധാർമികതയാണ്. ഭാര്യ അവിടെ ഉണ്ട്, അപ്പുറത്ത് കാമുകിയുമുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഒരു വാദത്തിന് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കേട്ടോ, ഒരിക്കലും ഒരു രീതിയിലും. ശരി, എന്നാലും അവിടെയും ഒരു അധാർമികതയിലും ഒരു ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. തനിക്ക് കസേര കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തനിക്കുണ്ടായ കസേര നഷ്ടപ്പെട്ടതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ട് കാമുകി എന്ന് പറഞ്ഞാൽ വെറും കാമുകിയല്ല, ഇവന്റെ കുഞ്ഞിന് ജന്മം നൽകിയ കാമുകി, ആ കാമുകി സരിതാ നായരെ വേശ്യയാക്കിയിട്ട് പൊതുമധ്യത്തിലേക്ക് ഇറക്കി വിട്ടവൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ കിടന്നവളുടെ ഇറച്ചി വിറ്റിട്ട് അധികാര കസേരക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയവൻ, എന്നിട്ട് അവനാ വന്ന് കിടന്ന് ചിലക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും ഇവന്റെ വായിൽ നിന്ന് ഇത്തരം വർത്താനങ്ങൾ ഉണ്ടാവുമ്പോൾ തിരിച്ചൊരു ചോദ്യം, മറുത്തൊരു ചോദ്യം, ഒരു വാക്ക് അത് വേണ്ടേ? ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇതൊക്കെ പറയാൻ വേണ്ടി മൈക്കിങ്ങനെ പിടിച്ചു കൊടുക്കുന്ന ആളുകൾ, ഇവറ്റകൾക്കൊന്നും ഈ പറയുന്ന ഒരു നട്ടല്ലെന്ന് പറയുന്നതില്ലേ? തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇവറ്റകളെ കൊണ്ട് കഴിയുന്നില്ലേ എന്നുള്ളതാണ്. എന്തായാലും ഗണേശ, നീ ഇനിയിപ്പോൾ എന്ത് MLA ആണെങ്കിലും ശരി, സിനിമാ നടനാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നിന്റെ ഓഫീസിൽ നിനക്ക് വേണ്ടത് ഒരു പായും ഒരു തലയിണിയും അതിനടിയിൽ ഒരു പാക്കറ്റ് കോണ്ടവും. അതാണ് നിനക്ക് വേണ്ടത്. അത് ഉണ്ട്, നിന്റെ അടുത്ത് അതുണ്ട്. നീ അത് സ്വന്തം വീട്ടിൽ പോലും നിനക്ക് വേശ്യകളെ കയറ്റി വ്യഭിചരിക്കുവാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു മെൻറ്റാലിറ്റി അത് നിനക്കുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ 24 മണിക്കൂറും ഈ പറയുന്ന സാധനങ്ങളൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത് അവിടെ നിന്ന് ചാമ്പണം എന്നുള്ള രീതിയിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ച് സജ്ജീകരിച്ച് വെച്ചാണ് നീ ജീവിക്കുന്നത് എന്നുള്ളതറിയാം. അപ്പോൾ നിന്റെ ഒരു തൊലിക്കെട്ടി വല്ലാത്ത തൊലിക്കെട്ടിയാണ് ഗണേശ. നിന്റെ തൊലിക്കെട്ടി അതൊരു വല്ലാത്ത തൊലിക്കെട്ടിയാ, മനസ്സിലായില്ലേ? അത് ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം അതൊരു പ്രത്യേകം തന്നെ. ഒരു മനുഷ്യൻ അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു സാധുവായ മനുഷ്യൻ, ഒരു സാധു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഉമ്മൻചാണ്ടി, ആ മനുഷ്യൻ ഇവനെ കണ്ടത് സ്വന്തം മകനെ പോലെ. എന്നിട്ട് ഇവന്റെ ജീവിതം അത് പ്രതിസന്ധി ആവാതിരിക്കാൻ വേണ്ടി അയാൾ കുറെ ശ്രമങ്ങൾ നടത്തി, ഇവനെ ഉപദേശിക്കാൻ നോക്കി. തിരിച്ചു കിട്ടിയതോ ആ മനുഷ്യനെ പിച്ചി ചീന്തി.
ജനങ്ങളുടെ മുന്നിൽ അധിക്ഷേപിച്ച് പരിഹസിച്ച് അവഹേളിച്ച് വ്യക്തിഹത്യ നടത്തി തേജോവധം നടത്തി ആ മനുഷ്യനെ കൊല്ലാതെ കൊല്ലുകയായിരുന്നില്ലേ ഗണേശ നീ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഗണേശ നീയൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചാവും എന്നൊന്നും നീ കരുതണ്ട. കാരണം നീ ഉപദ്രവിച്ചതൊരു മനുഷ്യനെയാ. ആ മനുഷ്യൻ്റെ മനസ്സ് എത്രമാത്രം നൊന്തിട്ടുണ്ടാവുമെന്ന് നിനക്കറിയോ? അതിന് അയാൾ വലിയ പുണ്യാളനാകൊന്നും വേണ്ട, ഒരു സാധാരണക്കാരൻ. അവൻ്റെ ആ മനുഷ്യൻ്റെ മനസ്സ് അത്രമാത്രം നീ വേദനിപ്പിച്ചിട്ടുണ്ട്, നീ നോവിച്ചിട്ടുണ്ട്. നിന്റെ ചാവൊക്കെ ഒന്ന് കാണും കേരളത്തിൻ്റെ പൊതുസമൂഹം, നല്ല വ്യക്തമായിട്ടൊന്ന് കാണാൻ പോവുകയാണ്. അത് കണ്ടിട്ട് തന്നെയായിരിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹം നിന്റെ ചാവ് കാണാൻ പോകുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നിന്റെ ഓഫീസിൽ എന്താണെങ്കിലും പായും ഒരു പാക്കറ്റ് കോണ്ടവും അത് മസ്റ്റ്, അത് മാത്രം മതി. വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ഒരു പായും ഒരു തലയിണയും, ആ തലയിണക്കടയിൽ ഒരു പാക്കറ്റ് കോണ്ടവും, അത് മാത്രമേ നിന്റെ ആഫീസിൽ വേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഗണേശ.